ഗവർണർക്കെതിരെ രാഷ്ട്രപതിയെ സമീപിച്ച സർക്കാർ ഗവർണർ ഭരണഘടനാപരമായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി രാഷ്ട്രപതിക്ക് കത്തയച്ചു. തുടർച്ചയായി പ്രോട്ടോകോൾ ലംഘനം നടത്തുന്ന ഗവർണർ സംസ്ഥാനത്തെ ക്രമസമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുകയാണെന്ന് കത്തിൽ ആരോപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ ഭരണചരിത്രത്തിൽ ഇതാദ്യമായാണ് സർക്കാർ ഗവർണർക്കെതിരെ രാഷ്ട്രപതിയെ സമീപിക്കുന്നത്. ഗവർണറുമായുള്ള ബന്ധം തീർത്തും വഷളായതോടെയാണ് സർക്കാർ കടുത്ത നടപടിയിലേക്ക് നീങ്ങിയത്. SFIയുടെ കരിങ്കൊടി പ്രക്ഷേപത്തിന് പിന്നാലെ ഗവർണർ മുഖ്യമന്ത്രിക്ക് നടത്തിയ പ്രതികരണങ്ങളിൽ സർക്കാരിന് കടുത്ത അതൃപ്തിയുണ്ടായിരുന്നു. ഇതേ തുടർന്ന് ഗവർണർക്കെതിരെ രാഷ്ട്രപതി സമീപിക്കുമെന്ന് മുഖ്യമന്ത്രി പരസ്യമായി സൂചനയും നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഗവർണറുടെ തെറ്റായ നടപടികൾ ചൂണ്ടിക്കാട്ടി രാഷ്ട്രപതിക്ക് മുഖ്യമന്ത്രി കത്ത് നൽകിയത്. നിയമസഭ പാസാക്കുന്ന ബില്ലുകൾക്ക് അംഗീകാരം നൽകുക, മന്ത്രിസഭാ തീരുമാനങ്ങൾക്ക് അനുമതി നൽകുക തുടങ്ങിയ ഭരണഘടനാപരമായ ഉത്തരവാദിത്തങ്ങൾ ഗവർണർ നിറവേറ്റുന്നില്ല എന്നതാണ് കത്തിൽ ഉന്നയിച്ചിരിക്കുന്ന പ്രധാന കാര്യം. ഗവർണർ പദവിയിലിരിക്കുന്ന ആൾ പാലിക്കേണ്ട പ്രോട്ടോകോൾ മര്യാദകൾ പാലിക്കുന്നില്ലെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. സംസ്ഥാനത്തെ ക്രമസമാധാന അന്തരീക്ഷം തകർക്കാൻ ഗവർണർ ബോധപൂർവ്വം ശ്രമിക്കുന്നതായും മുഖ്യമന്ത്രി രാഷ്ട്രപതിക്ക് അയച്ച കത്തിൽ ആരോപിക്കുന്നുണ്ട്. കേരളത്തിന്റെ സമാധാനപരമായ അന്തരീക്ഷം തകർക്കണം എന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിൽ ഗവർണർ ഉൾപ്പെട്ടിരിക്കുന്നുവെന്ന് നേരത്തെ തന്നെയുള്ള അദ്ദേഹത്തിന്റെ ചെയ്തികൾ വ്യക്തമാകുന്നുണ്ട്. കേരളത്തിന്റെ സമാധാനപരമായ അന്തരീക്ഷത്തെ അത് തുറന്നു കൊണ്ടുപോകുന്നതിന് പറ്റുന്ന നിലപാടല്ല സ്വീകരിച്ചിട്ടുള്ളത്. സാധാരണ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളുടെ പ്രതികരണ രീതിയല്ലത്. ഇപ്പോൾ നാട്ടിൽ പ്രകോപനം സൃഷ്ടിച്ച് സംഘർഷ അന്തരീക്ഷം ഉണ്ടാക്കുക, അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് വ്യക്തമാണ്. SFIയുടെ കരിങ്കൊടി പ്രതിഷേധവും തുടർന്നുണ്ടായ സംഭവങ്ങളും ചൂണ്ടിക്കാട്ടി രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് നൽകുമെന്ന് ഗവർണർ നേരത്തെ അറിയിച്ചിരുന്നു. ഇതുകൂടി മുന്നിൽ കണ്ടാണ് സർക്കാർ ഗവർണർക്കെതിരെ രാഷ്ട്രപതിയെ സമീപിച്ചത്. ബില്ലുകളിൽ ഒപ്പുവെക്കാത്ത ഗവർണറുടെ സമീപനത്തിനെതിരെ നേരത്തെ സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. നിയമ നടപടികൾക്കൊപ്പം രാഷ്ട്രീയ പ്രതിരോധവും ശക്തമാക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. സത്യപ്രതിജ്ഞയും നയപ്രഖ്യാപനവും അടക്കമുള്ള ഗവർണറുടെ സാന്നിധ്യം വേണ്ട ചടങ്ങുകൾ നടക്കാനിരിക്കെ സർക്കാർ നടത്തിയ നീക്കത്തോട് രാജ്ഭവൻ എങ്ങനെ പ്രതികരിക്കുമെന്നാണ് ഇനി അറിയാനുള്ളത്. റിപ്പോർട്ടർ R. ശ്രീജിത്തിൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.